എന്റെ സുപ്പിയുടെ ഒരു ഡേ ഇൻ അവർ ലൈഫ് കണ്ടാലോ? സത്യം പറഞ്ഞ സുപ്പിയുടെ വീട്ടിലെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എല്ലാവരും ശല്യപ്പെടുത്തിറങ്ങും. ഞാൻ വീട്ടില് വായിച്ചുള്ളതുകൊണ്ട് ആദ്യം വായിച്ചിട്ട് അടുത്തായിരുന്നു പോക്ക്. പടി അവിടെ കിച്ചൻ മരിക്കായിരുന്നു. കാരണം ഇന്ന് ഇവിടെ ചിക്കൻ കറിയാണേ. മുന്നേ ഏതോ ഒരു ദിവസം ചിക്കൻ കറി വെച്ചപ്പോ അങ്ങോട്ട് ക്ലിക്കായി. പിന്നെ ഇന്ന് വലിയ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ സമ്മതിക്കോ, ഞാൻ കോൺഫിഡൻസ് കളയാൻ കൂടെ കുറ്റം പറയായിരുന്നു. പക്ഷെ സംഭവം സെറ്റായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെ ആയിരുന്നില്ല. അതിന്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. ഇനി അടുത്തത് ഒറ്റക്കണ്ണന്റെ ഫ്ലെക്സിങ് ആട്ടാ. ഞാനിട്ട പേരല്ല, സുപ്പിയുടെ പേരാണ്. സുപ്പിയുടെ ഗേൾ ഫ്രണ്ടിന്റെ ചേഷ്ടകളൊക്കെ ക്യൂട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കാട്ടാ. അതന്നെ ബോയ് ഫ്രണ്ട് മെറ്റീരിയലേ. ഒറ്റക്കണ്ണനാണ്. ഇനി കുറച്ചേരം ഒറ്റക്കണ്ണൻ മാറി നിൽക്ക്. ഇനി എന്റെ തക്കുടൂന്റെ ടേണാണ്. വേറെ ഒന്നുമില്ല, അവനവന്റെ ഒറ്റക്കണ്ണനാണ് നല്ലതെന്ന് പറയണം. പക്ഷെ ഞാൻ സമ്മതിക്കൂ, തക്കുടുള്ളപ്പോ ഒറ്റക്കണ്ണൻ വെറും പുഴുവാണ്. നിങ്ങള് ഒറ്റക്കണ്ണന്റെ ഫാനാണോ അതോ എന്റെ തക്കുടൂന്റെ ഫാനാണോ? കമന്റ് ചെയ്യുക. ഗൈസിനൊരു ഗംഭീര സാധനം കാണിച്ചാൽ വേറെ ഒന്നുമില്ല, സുപ്പിന്റെ മിസ്റ്റർ ചെറുപ്പിന്റെ സമ്മാനമാണ്. ഇത് കിട്ടിയത് ഞാൻ വലിയ മാസത്തിൽ സ്റ്റോറി ഇട്ടിരുന്നു. അന്ന് പറ്റിക്കപ്പെട്ടവരോടാണ്. ഇത് വെറും പ്രോത്സാഹന സമ്മാനമാണ് ഗൈസ്. ഫോട്ടോയുടെ കൊടുക്കുക. പക്ഷെ ഇതൊക്കെ അവന് വേറെന്തോ പരിപാടിക്ക് കിട്ടിയതാണ്ടാ. എന്നാലും മിസ്റ്റർ ചെറുപ്പ് വീണ്ടും ഞാൻ മാച്ചിച്ചിട്ട് അടുത്ത് എത്തിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ചിക്കൻ കറിയുടെ മണം വന്നിട്ടുണ്ടായി. ആദ്യം കഴിക്കാനുള്ള ഓട്ടായിരുന്നു. പക്ഷെ സാധനം സെറ്റ് ആയിരുന്നില്ല ഗൈസ്. എന്തായാലും വന്നല്ല, അപ്പൊ ഒരു ഉമ്മ എടുത്തിട്ട് വന്നു. ഇത് അമ്മോടുള്ള സ്നേഹപ്രകടനാണ്. ഞങ്ങള് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാ, രണ്ട് ഉമ്മ, അത് നിർബന്ധ. ശേഷം സ്ക്രീനിൽ ഇനി കുറച്ച് നാത്തൂനും തമ്മിലുള്ള സ്നേഹപ്രകടനം കാണാം ഗൈസ്. PSI മേടിച്ചു കൊടുക്കാൻ വേണ്ടി അമ്മയെ കുഞ്ചുന്ന സുപ്പിയാണ് ഗൈസ് ഇത്. കാര്യം ഞാനിവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണെങ്കിലും ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാര്യോട് നടന്ന് അന്വേഷിക്കലാണ് ഗൈസ് എന്റെ പണി. ഇനി എങ്ങനെ ഒരു വല്ല ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ശല്യപ്പെടുത്തലാണ് ഗൈസ് എന്റെ പ്രധാന വിനോദം. ഗേൾസിന് റിലേറ്റബിൾ ആവുന്ന കാര്യമാണ്. 100 ഡ്രസ്സ് ഉണ്ടെങ്കിൽ വെല്ലോടത്തേക്ക് പോവാറുമ്പോഴാവും ഒറ്റ ഡ്രസ്സില്ല എന്നുള്ള. അത് മാറ്റാനായിട്ട് സുപ്പേനെ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോയി ഗൈസ്. അതും എന്റെ ഫേവറേറ്റ് ക്ലോത്തിങ് ഷോപ്പായ സാക്കിലേക്കാണ് ഗൈസ്. അവൻ എന്റെ ടേസ്റ്റ് അറിയാം ഗൈസ്. നിങ്ങൾക്ക് ത്രിഫ്റ്റ് ഡ്രസ്സ് വേണമെന്ന് ആഗ്രഹം ഉണ്ടോ? നേരെ സാക്കിലേക്ക് കിട്ടും. വെറൈറ്റി പാന്റിന്റെ കളക്ഷൻസും ഷർട്ടിന്റെ കളക്ഷൻസും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ട്രെൻഡിങ് ആയിട്ട് കത്തി നിൽക്കണ ഇതേപോലത്തെ ജാക്കറ്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇനി നിങ്ങൾക്ക് ത്രിഫ്റ്റ് വേണ്ട, ക്യാഷിലാണ് വേണ്ടെങ്കിൽ അതുകൂടെ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ഷോപ്പിലെല്ലാവർക്കും അറിയായിരിക്കും, വെള്ളിയാലക്കൽ ഭഗവതി ടെമ്പിളിന്റെ ഓപ്പോസിറ്റ്. എന്തായാലും കുറെ ഡ്രസ്സ് എടുത്തെന്ന് സുപ്പിന്റെ പരാതി മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി അമ്മേനെ സന്തോഷിപ്പിക്കാൻ കുറച്ച് സ്വീറ്റ്സ് ആയിട്ട് വീടെത്തി ഗൈസ്. അങ്ങനെ വീടെത്തി സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല ഗൈസ്. അങ്ങനെ രാത്രി സുപ്പിക്ക് പോകേണ്ട സമയമായി. അങ്ങനെ സുപ്പിനെ കൊണ്ടൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ് സ്റ്റോപ്പിൽ പോവാണ് ഗൈസ്.